എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡയറ്റീഷ്യൻ ആര്യ. നമ്മുടെയൊക്കെ ഒരു പാരൻസിന് അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസിന് എപ്പോഴാണ് ഡയബറ്റീസും കൊളസ്ട്രോളും അല്ലെങ്കിൽ ഒരു ഹാർട്ട് അറ്റാക്കും നമ്മൾ കണ്ടിട്ടുള്ളത്? അവരുടെയൊക്കെ ഒരു 50ഓ 60കളോ 70കളിലോ ഒക്കെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, അവർക്കൊരു ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ നമ്മുടെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ, ഇപ്പോഴത്തെ ഒരു യൂത്ത് ജനറേഷൻ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ എക്സാമ്പിൾ ഇന്നലെ എന്നെ ഒരാൾ കൺസൾട്ട് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. 19 വയസ്സാണ്, ഒരു ഫീമെയിൽ പേഷ്യൻ്റ് ആയിരുന്നു. UPSC എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആൾ ഓവർ വെയിറ്റ് ആണ്. സ്റ്റഡീസിൻ്റെ ഒരു ഹെക്റ്റിക്ക് കാരണം കണ്ടിന്യൂസ് ആൾ പഠിക്കുന്നു, ഫിസിക്കൽ ആക്ടിവിറ്റി ഒന്നുമില്ല, കഴിക്കുന്നു പഠിക്കുന്നു, ഈ ഒരു രീതി മാത്രം. അപ്പോൾ എന്തായാലും നമുക്ക് കൊളസ്ട്രോൾ ചെക്ക് ചെയ്യാൻ പറഞ്ഞപ്പോൾ ആളുടെ ട്രൈഗ്ലിസറൈഡ് വന്നത് 435 ഓക്കെ. അത് വളരെ നല്ലൊരു വളരെ നല്ലൊരു അല്ല, വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു വാല്യൂ തന്നെയാണ്. അപ്പോൾ ഞാൻ 19 വയസ്സ് ആൾക്ക്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആളുടെ ഫുഡ് ഹാബിറ്റ്സ് എന്ന് പറയുന്ന ആള്, ഈവൻ നിങ്ങൾ കേക്ക്, ആള് വെജിറ്റേറിയൻ ആണ്, നോൺ വെജിറ്റേറിയൻ പോലും അല്ല. അപ്പോൾ ആള് മീറ്റ് ഒരുപാട് കഴിക്കുന്നുണ്ടെന്നോ, അങ്ങനെ ഇപ്പോൾ പുറത്തേക്കോ ഷവർമയോ അല്ലെങ്കിൽ മയണൈസോ അങ്ങനെയൊന്നും ആൾ ഒരുപാട് കഴിക്കുന്നില്ല. വീട്ടിലെ ഫുഡ് മാത്രമാണ് കഴിക്കുന്നത്. ഓക്കെ. പിന്നെ പുറത്തുനിന്ന് കോഫി കുടിക്കാറുണ്ട്. എന്നിട്ടും ട്രൈഗ്ലിസറൈഡ് ഇത്രയും കൂടിയതാണ് എനിക്കൊന്ന് അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ ആള് പറഞ്ഞത് വെജിറ്റേറിയൻ ആയതുകൊണ്ട് തന്നെ കോക്കനട്ട് ആള് ധാരാളം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ മദറാണ് കുക്ക് ചെയ്ത് കൊടുക്കുന്നത്. മദർ എൻ്റെ അടുത്ത് പറയുകയും ചെയ്തു, രാവിലെ മോർണിംഗ് ടു ഈവനിങ് വരെയുള്ള എല്ലാ ഡിഷിലും കോക്കനട്ട് നല്ല രീതിയിൽ ഇടുന്നുണ്ട്. പിന്നെ നട്ട്സുകൾ ഒരു അളവിൽ കൂടുതൽ ആൾ കഴിക്കുന്നുണ്ട്. ഒരു 3 o'clock അല്ലെങ്കിൽ 4 o'clock പഠിക്കാൻ എഴുന്നേൽക്കുമ്പോൾ ആൾ ഒരുപാട് കഴിക്കുന്നുണ്ട്. ഓക്കെ. ഇതൊരു പഠിക്കുന്ന ഒരു കുട്ടിയുടെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്. ജോലി ചെയ്യുന്നവര് അല്ലെങ്കിൽ ബാങ്ക് പ്രൊഫഷനിലുള്ളവർ, ഇരുന്നിട്ട് ജോലി ചെയ്യുന്നവരൊക്കെ, ഇങ്ങനെയുള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ പ്രായം കുറഞ്ഞ ആൾക്കാരിലും ഈ ട്രൈഗ്ലിസറൈഡ് കാണുന്നത്. ഓക്കെ. രാത്രിത്തെ ഭക്ഷണം ലേറ്റ് ആയിട്ട് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് ഈ ഫാറ്റ് ആയിട്ടുള്ളത്, ഹീറ്റായിട്ടുള്ള ഓയിലുള്ളത് അല്ലെങ്കിൽ ഫ്രൈഡ് ആയിട്ടുള്ളത്, ഈ പറയുന്ന നട്ട്സിൻ്റെ ഒരു പീനട്ട്സ്, നമ്മുടെ കപ്പലണ്ടി വെറുതെ കുറച്ചുകൊണ്ടിരിക്കുക, ഇതൊക്കെ തന്നെ ഈ പറയുന്ന ട്രൈഗ്ലിസറൈഡ് കൂടാനായിട്ട് സാധ്യത കൂടുതലാണ്. ഓക്കെ. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ പരിഹരിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ജങ്ക് ഫുഡിന് ഒരിക്കലും നിങ്ങൾ കഴിക്കരുത്, പുറത്തുനിന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക, അതൊരു ബെറ്റർ സൊല്യൂഷൻ ആണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അത് കഴിക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്യുന്നതല്ല, പക്ഷേ അത് ഒരു റിയാലിറ്റി അല്ല. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഫൈബർ കൂടുതൽ കഴിച്ചതിനെ കോമ്പൻസേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് പറ്റുന്ന പോലെ ഫിസിക്കൽ ആക്ടിവിറ്റി കൊടുക്കുക. അതൊരു ഇപ്പോൾ നിങ്ങൾ ജോലിക്ക് പോകുന്ന സ്പേസിൽ നിങ്ങൾക്ക് ഒരു 3 minutes നടക്കാം. ഓക്കെ. സ്റ്റെപ്സ് ഉണ്ട്. ഓക്കെ. നിങ്ങൾക്ക് ഓഫീസിൽ സ്റ്റെപ്പ് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ലിഫ്റ്റ് കുറച്ച് ഒരു 1-2 നിങ്ങൾ പ്രാവശ്യം വാക്ക് ചെയ്യുമ്പോഴത്തേക്ക് ലിഫ്റ്റ് മാറ്റിയിട്ട് നിങ്ങൾക്ക് സ്റ്റെപ്പ് യൂസ് ചെയ്യാൻ പറ്റും. അതും നിങ്ങളുടെ ഹെൽപ്പ് ചെയ്യും. സീഡ്സുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എപ്പോഴും നിങ്ങൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കട്ട് ചെയ്ത് വെച്ച് ഓഫീസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ജോലി സ്ഥലത്ത് പോയിരുന്ന് കഴിക്കണമെന്ന് ഞാൻ പറയില്ല. നിങ്ങൾക്ക് പോസിബിൾ ആണെങ്കിൽ അങ്ങനെ കഴിക്കുക ഇട സമയങ്ങളിൽ. ഇല്ലാന്നുണ്ടെങ്കിൽ സീഡ്സ് പോലത്തെ ഐറ്റംസ് എങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് ക്യാരി ചെയ്തുകൊണ്ട് ബാഗിൽ കൊണ്ടുപോയിട്ട് കഴിക്കാന്നുള്ളതേ ഉള്ളൂ. സോ നിങ്ങൾ ഇത് കോമ്പൻസേറ്റ് വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ അറിയാതെ ഈ ട്രൈഗ്ലിസറൈഡ് ഭയങ്കരമായിട്ട് കൂടിപ്പോകും. പിന്നെ ഏറ്റവും നമ്മൾ സ്മാർട്ടായിട്ട് ചെയ്യേണ്ടത് എന്താണെന്നറിയോ, ഒരു 6 മാസമെങ്കിലും കൂടുമ്പോൾ നിങ്ങളൊരു ലിപ്പിഡ് പ്രൊഫൈൽ മസ്റ്റായിട്ട് ചെക്ക് ചെയ്തേക്കുക. ഓക്കെ. ഇപ്പോൾ എനിക്ക് ഇത്രയും പ്രായമേ ഉള്ളൂ, എൻ്റെ ഈ പ്രായത്തിൽ എനിക്ക് അങ്ങനെ ഒരു പേഷ്യൻ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൾക്കൊരു 25 years ആണ്, ഒരു മെയിൽ പേഷ്യൻ്റ് ആണ്. അപ്പോൾ ഞാൻ ലിപ്പിഡ് പ്രൊഫൈൽ നോക്കണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അച്ഛനും അപ്പൂപ്പനും ഒന്നും കൊളസ്ട്രോൾ ഇല്ല, അതുകൊണ്ട് എനിക്കും വരില്ല. അതൊരു തെറ്റായിട്ടുള്ള ഒരു ചിന്താഗതിയാണ്, ഒരിക്കലും അല്ല. അവർ പണ്ട് കഴിച്ച ഭക്ഷണങ്ങളോ അവർ പണ്ട് കഴിച്ച ഫിസിക്കൽ ആക്ടിവിറ്റിയോ അല്ല നമ്മൾ. ഓക്കെ. അപ്പോൾ ഒരു ഹെറിഡിറ്ററി എന്ന് പറയുന്നത് അഫ്കോഴ്സ് അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. എന്ന് വെച്ച് അവർക്ക് വന്നില്ല അതുകൊണ്ട് ഞങ്ങൾക്കും വരില്ല, അതൊരു തെറ്റായിട്ടുള്ള ചിന്താഗതിയാണ്. ഈ പറയുന്ന പോലെ ഇത് വലിയ ഒരു വാല്യൂയിലോട്ട് ചെന്ന് എത്തിയിട്ടാണ് നമ്മളിത് കണ്ടുപിടിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ട് പിന്നെ നമുക്ക് മെഡിക്കേഷൻ ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആദ്യമേ നമ്മൾ കണ്ടുപിടിക്കുവാണെങ്കിൽ നമുക്ക് ഡയറ്റും ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനും വഴി നമുക്കിത് കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ആദ്യം ഇതുവരെ ലിപ്പിഡ് പ്രൊഫൈൽ ഒന്നും ചെക്ക് ചെയ്യാത്തവരാണെങ്കിൽ ഉറപ്പായിട്ടും പോയി ഒന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് കൂടുതലാണെങ്കിൽ ഡയറ്റ് ചെയ്ത് അതിനെ മാനേജ് ചെയ്യുക. അതിലും വലിയ വാല്യൂ ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഡോക്ടേഴ്സിനെ കണ്ടിട്ട് ചിലർക്ക് മെഡിസിൻ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇത് കൂടിപ്പോയി മെഡിസിൻ, ഈ ചെറിയ പ്രായത്തിൽ ഞാൻ മെഡിസിൻ കഴിച്ച് തുടങ്ങണോ, ഇങ്ങനെയുള്ള കുറേ കൂട്ടര്. സോ ഇതിപ്പോൾ നിങ്ങൾ ഈ ഒരു അവസ്ഥയിൽ ചെറിയൊരു മെഡിക്കേഷൻ കഴിച്ചത് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇത് വലിയ ഈ പറഞ്ഞ പോലെ നമുക്ക് അറ്റാക്സ് പോലത്തെ കാർഡിയോവാസ്കുലർ ഡിസീസിലോട്ട് ഇത് പോകാനായിട്ട് സാധ്യത കൂടുതലാണ്. സോ യൂത്തിലുള്ള ഒരു ഹാർട്ട് ഡിസീസ് എന്ന് പറയുന്നത് ഒട്ടും ചെറുതല്ല. നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ 10ൽ 3 പേർക്കാണ് ഇപ്പോൾ റിപ്പോർട്ട് വന്നിട്ടുള്ളത്. ഇതുപോലെ നാളെ ഒരു കാർഡിയാക് ഇഷ്യൂസിന്റെ റിപ്പോർട്ടും വരും. അതിൽ ഒരാൾ നിങ്ങളാവാതിരിക്കട്ടെ. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ എന്തെങ്കിലും കണ്ടന്റ് വേണം, നിങ്ങൾക്ക് അതിനെപ്പറ്റി സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ നിങ്ങൾക്ക് വാട്സപ്പും ചെയ്യാം. ഓക്കെ. താങ്ക് യു.